ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലി ആയിട്ട് ഒരു കുഞ്ഞു സദ്യയൊക്കെ ഒരുക്കിയായിരുന്നു. അപ്പോൾ മോൻ്റെ മാരേജൊക്കെ അടുത്ത് വന്ന ഒരു സമയമായതുകൊണ്ട് അത് ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ വന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണാം. ഇന്ന് ഞാൻ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ പോവാണ്. എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ മോനും കൂടിയുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇടയ്ക്ക് കാണിക്കാനുള്ള അഭ്യർത്ഥന. കാണിക്കുന്നുണ്ട് ഞാനിവിടെ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ചെറുപയർ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക്, അതായത് എരിവുള്ള പച്ചമുളകും തൊണ്ടമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 3 വിസിൽ കേൾക്കുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. അരപ്പിനായി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ഈ അരപ്പൊഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇനി നമുക്ക് സാമ്പാർ വയ്ക്കാനായിട്ട് കുക്കറിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചക്കറിയൊക്കെ കഷ്ണങ്ങളാക്കി ചേർക്കാം. ഇനി അതിലേക്ക് തക്കാളിയും സവാളയും അരിഞ്ഞതും വെണ്ടയ്ക്ക അരിഞ്ഞതും ചേർക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് 3 വിസിൽ കേൾക്കുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഞാനീ സദ്യയുടെ കുറേ റെസിപ്പികളൊക്കെ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ സാമ്പാറിൻ്റെ മലക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ഇനി ഇതിലേക്ക് ഈസ്റ്റൻ്റെ സാമ്പാർ പൊടി ചേർത്ത് ആവശ്യത്തിന് പുളിവെള്ളവും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. അപ്പോൾ ഞാനിനി തേങ്ങ ചിരകി എടുക്കാൻ പോവുകയാണ്. ഞാൻ ഈ ഒരു മെഷീനിലാണ് തേങ്ങ ചിരകുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ഇതിലാണ് തേങ്ങ ചിരകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ചിരകി എടുക്കാൻ പറ്റും. 1 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരകി എടുക്കാൻ പറ്റും. ഇത് തുടക്കത്തിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരു പേടിയൊക്കെ തോന്നും. പെട്ടെന്ന് ആ മെഷീൻ ഇങ്ങനെ സ്പീഡായിട്ട് കറങ്ങുന്ന കാണുമ്പോഴേ അത് നമ്മൾ ഒരുപാട് ചെയ്ത് കഴിയുമ്പോൾ കണ്ണടച്ചിട്ട് വേണമെങ്കിലും ചിരകിയെടുക്കാൻ എളുപ്പം തോന്നും. ഇപ്പോൾ അച്ചാറുണ്ടാക്കാനായി മാങ്ങ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോൻ. അപ്പോൾ കട്ടിങ്ങിനൊക്കെ എല്ലാ കാര്യത്തിനും അവരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മോനിവിടെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർക്കാം. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും
ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഞാനിവിടെ കുറച്ച് ചെറു ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പെട്ടെന്ന് ഉപ്പ് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. അതും ചേർത്ത് അടച്ചു വയ്ക്കാം. ഇനി ഞാനിവിടെ പുളിശ്ശേരി തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തക്കാളി, പച്ചമുളക്, പച്ചമാങ്ങ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി അതിന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരല്പം കടുക്, കുറച്ച് ജീരകം, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ട് നരച്ചെടുക്കണം. ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ടാണ് പുളിശ്ശേരി തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് വേണ്ടിയുള്ള അരപ്പ് ഇങ്ങനെയാണ് റെഡിയാക്കാനുള്ളത്. ഇപ്പോൾ പുളിശ്ശേരിക്ക് വേണ്ടി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് അരച്ച അരപ്പ് ചേർത്ത് ഒന്ന് ചൂടാക്കി അതിന് ശേഷം ഒരല്പം ഒന്ന് ചൂടായതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതേ മിക്സിയുടെ ജാറിൽ തന്നെ തൈര് ഒന്ന് അടിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ബീറ്റ്റൂട്ട് കിച്ചടി ഉണ്ടാക്കാനായിട്ട് നന്നായിട്ടൊന്ന് ചെറിയ പീസാക്കി ഒന്ന് അരിഞ്ഞതിന് ശേഷമാണ് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരല്പം മുളക് പൊടിയും ചേർത്തിട്ടാണ് ചൂടാക്കുന്നത്. ഇനി അതിന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ തേങ്ങയും കുറച്ച് കടുകും ഒരു പീസ് വെളുത്തുള്ളി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അരപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അരപ്പ് തന്നെയാണ് ഇനി അടുത്ത് വെള്ളരിക്ക പച്ചടി ചേർക്കുന്നത്. ഇനി നമുക്ക് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാനായിട്ട് വെള്ളരിക്കയും പച്ചമുളകും കൂടി അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ച് ചെറു തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇനി അവിയലിനും പരിപ്പിനും വേണ്ടിയുള്ള അരപ്പ് ഞാൻ ഒരുമിച്ചാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വെള്ളവും ചേർത്ത് ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഇനി അവിയലിൻ്റെ പാകത്തിനുള്ള അരപ്പ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു പരുവത്തിനാകുമ്പോൾ പകുതി എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് പച്ചക്കറിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും ഇട്ടതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്ന് കുക്ക് ചെയ്യുന്നത് ഞാൻ. ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ രസം വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ രസത്തിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കുക. ഇനി അത് കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും ചതച്ചത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പച്ച മണമൊന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഞാനിവിടെ കടലപ്പായസം ഉണ്ടാക്കാനായി 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച കടലപ്പരിപ്പാണ്. അപ്പോൾ അത് കുക്കറിലേക്കിട്ട് ഇതും ഒരു 3 വിസിൽ കേൾക്കുന്നവരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ ഞാനത് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ ഒരു സമയത്ത് തന്നെ ഞാനിവിടെ ശർക്കര ഉരുക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു. ആ സമയത്ത് ഞാനിവിടെ ചവ്വരി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ശർക്കര നന്നായിട്ട് അത് അരിച്ചെടുത്ത് അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി തേങ്ങയുടെ 1ാം പാല് ഒഴിച്ച് നെയ്യിലും വറുത്ത് വെച്ച കാഷ്യൂവും കിസ്മിസും ഒക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഞാനിതൊരു ഇലയിൽ വിളമ്പി വയ്ക്കുകയാണ്.
ആദ്യം മുതലാളി ചോദിച്ചു